അമ്മ ആ ഏരിയയിൽ അതിസുന്ദരിയായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കറിയില്ല, ഒരു ഫോട്ടോ പോലും ഇല്ല. അവിടെ എത്തിയിട്ട് പിറ്റേ ദിവസം അദ്ദേഹം എന്നോട് പറയുന്നു, രാഘവനാണ് അഭിനയിക്കുന്നത്. എന്നാലോചിച്ച് നോക്കും, ഇതാണ് എൻ്റെ അനുഭവം. അന്ന് 500 രൂപ എൻ്റെ റെമ്യൂണറേഷൻ, 100 രൂപ അഡ്വാൻസ്. എനിക്ക് ആദ്യം കിട്ടി 200 പേര്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അങ്ങനെ ചെന്നൈയിൽ നിന്ന് തുടങ്ങിയ നമ്മളുടെ ഒരു സൗഹൃദം തിരുവനന്തപുരത്ത് വരെ എത്തി നിൽക്കുന്നു അല്ലേ? അതെ അതെ. ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ ചെറുപ്പം മുതലേ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ? ചെറുപ്പം മുതൽ എന്ന് പറയുമ്പോൾ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ എനിക്കും ഉണ്ടായിരുന്നിരിക്കാം. സിനിമ എനിക്കൊരു വലിയ, എന്താ പറയുക, സിനിമ കാണുക എന്നുള്ളത് വലിയൊരു, എന്താ പറയുക, വല്ലാത്തൊരു ആഗ്രഹം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹം ഉണ്ടായതെന്ന് വെച്ചാൽ, എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ സിനിമ കാണുന്നുണ്ട്. എനിക്ക് അമ്മയില്ല എന്ന് വെച്ചാൽ പെറ്റമ്മ മരിച്ചുപോയി നടത്തും. പ്രസവിച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചു. അത് കാരണം എനിക്കൊരുപാട് അമ്മമാരുണ്ടായി. അവിടെ ഞങ്ങളുടെ ആ ഏരിയയിൽ പ്രസവിച്ച സ്ത്രീകളെല്ലാം എന്നെ മുലയൂട്ടുമായിരുന്നു. അവരൊക്കെ എൻ്റെ അമ്മമാർ. ശരി. അങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു എനിക്ക്. അന്നേരം എനിക്കറിയില്ല, കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ പലരും, ഈ മുതിർന്നവർ, പ്രായമായവർ, സ്ത്രീകൾ പ്രത്യേകിച്ചും, അവരൊക്കെ അമ്മയില്ലാതെ കുഞ്ഞെന്നുള്ള രീതിയിലും, പ്രത്യേകിച്ച് എൻ്റെ അമ്മയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ ആ ഏരിയയിൽ അതിസുന്ദരിയായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കറിയില്ല, ഒരു ഫോട്ടോ പോലും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ അത് കാരണം എല്ലാവർക്കും അമ്മയെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ വളരെ ഇഷ്ടമായിരുന്നു. ശരിക്കും സ്ഥലം തളിപ്പറമ്പാണ്. കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്. കണ്ണൂർ കഴിഞ്ഞ് പോണം. അതൊരു ഗ്രാമമായിരുന്നു, വളരെ ചെറിയൊരു ഗ്രാമം, കുഗ്രാമം. അപ്പോൾ അന്ന് ഈ പലരും എന്നെ എടുത്തുകൊണ്ട് പോകും സിനിമ കാണാൻ, ഡെയിലി കൊണ്ടുപോകും. അന്ന് തറയിലിരുന്നാ കാണും. പക്ഷെ അന്നത്തെ കാലത്ത് സിനിമ, അത് ഈ ചരിത്രം പറയുന്നതിനിടയിൽ പറയുകയാണ്, അന്നത്തെ കാലത്ത് സിനിമ പിന്നീട് വന്ന കൊട്ടകയിൽ ഒന്നുമല്ല, പലർക്കും കൊട്ടകയെ അറിയാം. ഓലക്കൊട്ടകയാണ് പലർക്കും അറിയാം. പക്ഷെ ഞാൻ കണ്ട സിനിമ ഓലക്കൊട്ടകയിലല്ല, പിന്നെ സർക്കസ് കൂടാരത്തിലാണ്. അന്ന് ഓലക്കൊട്ടകയല്ല, സർക്കസ് കൂടാരമായിരുന്നു. അന്ന് വളരെ ചുരുങ്ങിയ വലിയ സിറ്റികളിൽ മാത്രമാണ് തിയേറ്ററുകൾ ഉണ്ടായിരുന്നത്. കണ്ണൂരുണ്ടായിരുന്നു, കോഴിക്കോടുണ്ടായിരുന്നു, അങ്ങനെ ആ രീതിയിലുള്ള സിറ്റികൾ. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ടൂറിംഗ് ടാക്കീസുകളായിരുന്നു. ഇതൊരു പുതിയ അനുഭവം, ഞാൻ കേട്ടിട്ടില്ല. ചരിത്രമാണത്. ടൂറിംഗ് ടാക്കീസുകളായിരുന്നു. അത് എല്ലായ്പ്പോഴും ഉണ്ടാവില്ല, മഴക്കാലത്തും ഉണ്ടാവില്ല. മഴക്കാലത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഉത്സവകാലത്തും പിന്നെ മഴയില്ലാത്ത കാലത്തും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സർക്കസ് കൂടാരം എന്ന് പറഞ്ഞാൽ വെള്ള ടെൻ്റല്ലേ? വെള്ള ടെൻ്റ്. അപ്പോൾ 7-7:30 ആവും തുടങ്ങാൻ. ഇരുട്ടാവണം, അല്ലാതെ ലൈറ്റ് ആയിരിക്കുമല്ലോ, വലിയ പ്രശ്നമില്ല, മൂടാനൊന്നും കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ ആ സർക്കസ് കൂടാരത്തിലാണ് സിനിമ കണ്ടിരുന്നത്. അപ്പോൾ മുൻവശത്ത് തറയാണ്. തറ എന്ന് പറഞ്ഞാൽ മണല് വിരിച്ചിരിക്കും. പിന്നെ അടുത്തത് ബെഞ്ച്, അത് കഴിഞ്ഞാൽ കസേര. ഏറ്റവും പുറകിൽ ഗാലറിയാണ്. സർക്കസ് കൂടാരത്തിൽ ഗാലറി ഇല്ല, ഏറ്റവും പുറകിൽ ഗാലറി. ഇതിലാണ് ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത്. അപ്പോൾ അതൊരു അനുഭവം. അങ്ങനെയാണ് സിനിമയോടുള്ള ഒരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ അതുണ്ടായിരുന്നു. ശരി. പിന്നെ മറ്റേ ഡൽഹിയിൽ പോയതൊക്കെ പിന്നീടാണ്. അതിന് കാരണം, ഞാൻ മധുരയിലാണ് പഠിച്ചത്. മധുരൈ, തമിഴ്നാട് മധുരയല്ല, മധുരൈ. അപ്പോൾ മധുരയിലാണ് ഞാൻ പഠിച്ചത് 4 വർഷം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇനി അങ്ങോട്ട്, അപ്പോൾ ഞാൻ ആ സമയത്ത് ഗാന്ധിഗ്രാമിൽ പഠിക്കുന്ന കാലത്ത് 4 വർഷം പഠിക്കുമ്പോൾ
അവിടെ മലയാള നാടകമായാലും തമിഴ് നാടകമായാലും ഞാനാണ് ഹീറോ. ആ ആ അങ്ങനെയായിരുന്നു. ആ അപ്പോൾ തമിഴും മലയാളവും എനിക്ക് ഒരുപോലെ അറിയാവുന്ന ഭാഷയാണ്. ആ അതെങ്ങനെയാണ് അറിയാമെന്നുള്ളത് അത് ഇനി വീണ്ടും പറയേണ്ടി വരും. ചെറുത് മുതലേ ഓർമ്മ വെച്ച കാലം മുതലേ ദിവസേന എന്നോണം സിനിമ കാണുന്നു. അന്ന് കാണുന്ന സിനിമ തമിഴ്. അതുകൊണ്ട് ആ ഭാഷ എന്നിലേക്ക് അങ്ങ് ആവാഹിച്ചു എന്നുള്ളതാണ് സത്യം. ശരി. അത് ഞാൻ അറിയുന്നില്ല, അതിങ്ങനെ ആവാഹിച്ചിരിക്കുന്നു. പിന്നീട് തമിഴ്നാട്ടിൽ പോകുമ്പോഴാണ് ആ ഭാഷ എനിക്ക് വരുന്നത്. അത് വേറെ കാര്യം. ഏതായാലും അത് കഴിഞ്ഞ് ചുരുക്കി പറയാം, അത് കഴിഞ്ഞ് ഡൽഹിയിൽ പോയി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഏഷ്യൻ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിൻ്റെ പേര്, NSD. അവിടെ 3 വർഷം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് വന്നപ്പോൾ കേരളത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല, കേരളത്തിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മദിരാശിയിൽ പോകുന്നതാണ് ഇന്ന് നല്ലത് എന്നുള്ള അഭിപ്രായം വന്നു. അപ്പോൾ മദിരാശിയിൽ പോകാനുള്ള ഏർപ്പാട് ചെയ്തു. മദിരാശിയിൽ പോയി അവിടെ വെച്ച് ഏറ്റവും വലിയൊരു സംവിധായകൻ, പ്രൊഡ്യൂസർ, സാഹിത്യകാരൻ എല്ലാമായ കർണാടകത്തിലെ ഒരു ഭീഷ്മാചാര്യൻ എന്ന് പറയാവുന്ന GV അയ്യർ എന്ന അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി വീട്ടിൽ ചെന്നു. അദ്ദേഹം പറഞ്ഞു, രാഘവൻ ഇവിടെ താമസിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല മദ്രാശി, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, എവിടെയും പോണ്ട, എൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചു എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു. ഞാൻ പറഞ്ഞു വന്നാൽ എനിക്ക് ദൈവം എന്നെ അങ്ങനെ നടത്തിക്കുക, ഒരു നിമിത്തം പോലെ എല്ലാം അങ്ങ് കൊണ്ട് നടത്തുക. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അദ്ദേഹം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് വന്നു നിൽക്കുന്ന സമയം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുക പല സ്റ്റുഡിയോകളിലും. വിജയവാഹിനിയിലുണ്ട്, പിന്നെ വേറെ AVM-ലുണ്ട്, പിന്നെ അത് ലാബറട്ടറി നടക്കുന്നുണ്ട്. അവിടെ ലാബിലൊക്കെ പോയി ലാബൊക്കെ കാണിച്ചു തന്നു. പിന്നെ വിജയവാഹിനിയിൽ പോയിട്ട് എഡിറ്റിംഗ് നടക്കുകയാണ്, എഡിറ്റിംഗ് കണ്ടു. മൂവിയോളയിൽ വർക്ക് ചെയ്യുന്നതൊക്കെ കണ്ടു. അതൊക്കെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊക്കെ ഞാൻ പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. ഞാൻ ഡൽഹിയിൽ വെച്ച് ഇതൊക്കെ പഠിക്കാനുള്ളൊരവസരം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പുസ്തകം രൂപത്തിൽ ഞാൻ പഠിച്ചു, പ്രാക്ടിക്കലായിട്ട് അറിയില്ല. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തിനു പറയുന്നു, 1 മാസം വരെ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം അടുത്ത സിനിമയ്ക്ക് വേണ്ട ഇത് കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞു. എഴുതിയിട്ട് അതിൻ്റെ ഡിസ്കഷൻ ഇരിക്കുമ്പോഴാണ് RBS മണി എന്ന ആർട്ട് ഡയറക്ടർ, അദ്ദേഹം മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും എല്ലാം ആർട്ട് ഡയറക്ടറാണ്. അത് അന്നത്തെ കാലത്തുള്ള മുഖ്യമായ പ്രൊഡ്യൂസേഴ്സിൻ്റെ ആർട്ട് ഡയറക്ടർ അദ്ദേഹമാണ്. അന്ന് പ്രൊഡ്യൂസേഴ്സിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെ അദ്ദേഹം വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് കന്നഡയിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ രാഘവൻ അഭിനയിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനല്ല ഉത്തരം പറഞ്ഞത്, GV അയ്യരാണ് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട്, ഞാൻ അഭിനയിക്കാൻ വന്നതല്ലല്ലോ, ഞാൻ സംവിധായകനാകാൻ വന്നതാണ്, ഇദ്ദേഹത്തിൻ്റെ കൂടെ സംവിധായകനാകാൻ പഠിക്കാൻ വന്നതാണ്. അപ്പോൾ രാഘവന് ഒരു ക്യാരക്ടർ വെയിറ്റ് ചെയ്യാണ്, ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. രാഘവനാണ് അതിന് സൂട്ടബിൾ എന്ന് പറഞ്ഞു. കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇദ്ദേഹം കാറുമായിട്ട് വരുന്നു, എന്നെയും കൂട്ടി നേരെ ശ്യാമള സ്റ്റുഡിയോയിൽ പോകുന്നു. ശ്യാമള സ്റ്റുഡിയോയിൽ സെറ്റൊക്കെ ഇട്ട് വെച്ച് റെഡിയായിട്ടിരിക്കുക. ആർട്ടിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ഏത് കാലത്താണ് ഈ കർമ്മം ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? സുഹൃതം എന്ന് പറയുന്നത് ഇതല്ലേ. അവിടെ വെച്ച് എന്നെ അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ആയവർ ഓടി വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു. ആ സ്റ്റുഡിയോ ഒക്കെ പുറത്തവർ വെയിറ്റ് ചെയ്യായിരുന്നു. നേരെ പിടിച്ചുകൊണ്ട് പോകുന്നു. അത് സെറ്റൊക്കെ കാണിച്ചു. അവിടെ ഇരുന്ന് പ്രൊഡക്ഷൻ മാനേജർ ഒരൊറ്റ ആളേ ഉള്ളൂ. അതിനുശേഷം ഉണ്ടായതുപോലെ പ്രൊഡക്ഷൻ ആൾക്കാർ ഒരുപാട് പേരെ, എന്തൊക്കെയോ പേര്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പ്രൊഡക്ഷൻ ഒരുപാട്. അന്ന് ഒരു മാനേജരേ ഉള്ളൂ. ആ മാനേജർ അവിടെ ഇരുന്ന് ടൈപ്പ് ചെയ്യാണ്, ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ ടൈപ്പ് ചെയ്ത് എനിക്ക് 2 പേജ് ടൈപ്പ് ചെയ്ത് തന്നു എഗ്രിമെൻറ്റ്.
ആ എഗ്രിമെൻറ്റ്. എൻ്റെ ഫസ്റ്റ് പടം ആദ്യമായിട്ട് എന്നെ അഭിനയിപ്പിക്കുക, എന്നിട്ട് എനിക്കൊരു എഗ്രിമെൻ്റ് തരുന്നു. ഇതിൽ പരം എന്താ വേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊക്കെ വേണോ? ഒന്നും വേണ്ട, വിളിച്ച് അഭിനയിപ്പിച്ചാൽ പോലും അത്രേ വേണ്ടൂ. ഞാൻ അഭിനയിക്കുമോ ഇല്ലയോ എന്ന് പോലും അവർക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സംവിധാനം ചെയ്യാൻ വന്ന ആളാണ്, മനസ്സിലായില്ലേ? പഠിക്കാനായിട്ട് വന്നതാണ്. എന്നിട്ട് എനിക്കിങ്ങനെ ഒരു എഗ്രിമെൻ്റ് തരുന്നു, ഞാനത് വായിച്ചു നോക്കുന്നു. അത്ഭുതം, അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതം. അന്ന് 500 രൂപ എൻ്റെ റെമ്യൂണറേഷൻ, 100 രൂപ അഡ്വാൻസ്. 70-ലാണോ? അല്ലല്ലേ, 68 പിന്നെ മെയ് മാസം, 68 മെയ്യിലാണ് ഈ സംഭവം. 68-ലാണ് ഈ ആ പടം റിലീസാകുന്നത്. 68 തന്നെ റിലീസാകുന്നു. കാരണം ഇത് വെയിറ്റ് ചെയ്യായിരുന്നല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ അന്ന് ഈ 100 രൂപ കൈ കിട്ടിയപ്പോൾ എനിക്ക് അതിശയമാണ്. 100 രൂപ കൊണ്ട് എനിക്ക് 2 മാസം സുഭിക്ഷമായിട്ട് കഴിയാം. എനിക്ക് ആദ്യം കിട്ടി 200 രൂപ തന്നു. അപ്പോൾ അതാണ് ഈ 68 മെയ് മാസം എനിക്ക് 500 രൂപ റെമ്യൂണറേഷൻ പറഞ്ഞ് 100 രൂപ അപ്പം തന്നെ അഡ്വാൻസ് തരും. 101 രൂപ അഡ്വാൻസ് തന്നു. അതൊക്കെ അന്നത്തെ കാലത്ത് 101 രൂപ എന്ന് പറയുന്നത് നമുക്ക് എന്തൊരു വലിയൊരു സംഭവം. അതാണ് എൻ്റെ തുടക്കം. അങ്ങനെ കായൽക്കരയിൽ എന്ന ചിത്രം, കായൽക്കരയിൽ എന്ന ചിത്രത്തിൽ ഞാൻ അഭിനയിക്കും. ജയഭാരതി ആദ്യമായിട്ട് ഒരു വലിയ ഭാഗ്യമാണ്. കാരണം എന്ന് വെച്ചാൽ എത്രയോ പേര് മദ്രാസിൽ വന്ന് ഒരുപാട് ചാൻസിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞല്ലേ, ഇതിപ്പോൾ ദൈവമായിട്ട് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നില്ലേ. അത് വലിയ കാര്യമാണ്. അങ്ങനെ ഒരു മഹാത്ഭുതം നടന്നു. അതിൻ്റെ ഷൂട്ടിംഗ് 10 ദിവസം ഇൻഡോർ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. 10 ദിവസം ഷൂട്ടിങ്ങിൽ എനിക്ക് ഡെയിലി എനിക്ക് രാവിലെ 7 മണിക്ക് പോവുക, 1 മണിക്ക്. ഡയറക്ടർ ആരായിരുന്നു അതിൻ്റെ? ഡയറക്ടർ എൻ പ്രകാശ്. അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസറും, പകുതി പ്രൊഡ്യൂസർ. മറ്റേത് ശ്രീനിവാസൻ, നമ്മുടെ RS ശ്രീനിവാസനും പ്രകാശും. മനോഹറിന്റെ അനുജൻ അദ്ദേഹം. പക്ഷേ ഇതൊന്നും ഇല്ല, അദ്ദേഹം പാർട്ട്ണറാണെന്നേ ഉള്ളൂ. എൻ പ്രകാശാണ് എല്ലാം ചെയ്യുന്നത്. എൻ പ്രകാശാണ് ഡയറക്ടർ, ഫിലിമോട്ടോഗ്രാഫർ, അതുപോലെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട്, ചെയ്യാൻ എല്ലാ അസിസ്റ്റൻസ് വെച്ച് ചെയ്യുന്നു. അദ്ദേഹമാണ് മെയിൻ ആൾ. അന്ന് പിന്നെ നമ്മുടെ മണി അന്തിക്കാടാണ് പിന്നെ അസോസിയേറ്റഡ് ഡയറക്ടർ. പ്രൊഡക്ഷനൊന്നുമല്ല, അസോസിയേറ്റഡ് ഡയറക്ടർ. അദ്ദേഹമാണ് കംപ്ലീറ്റ്. ഇദ്ദേഹം എൻ പ്രകാശ് നോർത്ത് ഇന്ത്യൻ അല്ലേ, അദ്ദേഹത്തിന് മലയാളം അറിയില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇദ്ദേഹമാണ്, മണി അന്തിക്കാടാണ് അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ മണി അന്തിക്കാട് ഇങ്ങനെ പറഞ്ഞു തരും, അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. അങ്ങനെ ആ രീതിയിലായിരുന്നു. അങ്ങനെ 10 ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിനുശേഷം നേരെ പ്രീമിയർ സ്റ്റുഡിയോ മൈസൂർ പ്രീമിയർ സ്റ്റുഡിയോ, കന്നഡപ്പടം. അദ്ദേഹത്തിൻ്റെ കന്നഡപ്പടത്തിൻ്റെ വർക്കിന് പോവാണ് ഞാൻ. ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പോവാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ കാറിൽ പോകുന്നു മൈസൂരിലേക്ക്. ബാംഗ്ലൂർ കഴിഞ്ഞു. അങ്ങനെ വിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഹീറോ ഇല്ല, അദ്ദേഹത്തിന് എന്തോ പ്രശ്നം, അതുകൊണ്ടില്ല. നമുക്ക് മറ്റന്നാളല്ലേ ഷൂട്ടിങ്, ഇപ്പോൾ ഹീറോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് നോക്കാം, സാരമില്ല, നോക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് പിറ്റേ ദിവസം അദ്ദേഹം എന്നോട് പറയുന്നു, രാഘവനാണ് അഭിനയിക്കുന്നത്. എന്നാലോചിച്ച് നോക്കും, ഇതാണ് എൻ്റെ അനുഭവം. അയ്യോ, ഭയങ്കര അത് കേട്ടോ. കാരണം ഒരു കന്നഡം, എനിക്ക് ഭാഷ ഒട്ടും അറിയില്ല, കന്നഡം അറിയില്ല. മൈസൂരിലും അവിടെയൊക്കെ വന്നിട്ടുണ്ട്, സംവിധായകനായിട്ട് വന്നിട്ട്. അപ്പൊ കന്നഡം എങ്ങനെ എന്ത് ചെയ്തു? അതെ, അദ്ദേഹം പറഞ്ഞ ഒന്നൊരു പ്രശ്നമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം, നോ പ്രോബ്ലം.